ചേട്ടാ ഇവൻ ചോദിക്കുക ചേട്ടാ അളിയ ബീഡി കെട്ടി തൂക്കിട്ടേക്കണേന്ന്. വീഡിയോ ആ ഈ ഓണത്തമ്പിനെ അത്രയ്ക്ക് സെൻസാണ് അവന്. ഓ ശരി, ഞാൻ വിചാരിച്ച കപ്പ കെട്ടി നോക്കി. ചേട്ടാ ലൈഫ് ഓഫ് ജോസുകുട്ടിയിലെ അഭിനയിക്കാൻ വേണ്ടി വന്ന് ഞാൻ ഇവരോട് ചോദിച്ചു ഏത് പടത്തിൽ അഭിനയിച്ച ലൈഫ് ഓഫ് സോപ്പ് കുട്ടി. മായാമോഹിനി എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അത് നിന്നങ്ങ് തകർക്കുവാണ് അങ്ങോട്ട് അഭിനയിച്ചു. ചേട്ടന്റെ ദേപ്പുട്ടിൽ പോലും ഇത്ര തള്ളു കാണില്ല. പതഞ്ജലിയിലെ അമ്മാവനെ കാണിക്കാൻ പറഞ്ഞിട്ട് ജെട്ടി ഇടാത്തവന്റെ ബാക്കിയാണ് ഞങ്ങളെ കാണിക്കുന്നത്. അന്ന് മുതൽ കള്ളൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടി സ്വപ്ന. ഞങ്ങൾക്കൊക്കെ എന്ത് സന്തോഷം പറയുമ്പോ കള്ളനൊക്കെ വീട്ടിൽ വരുന്നത്. എന്തായാലും ഈ ചേട്ടനൊരു പേരറിയാം, അത് മനസ്സിൽ വെച്ചോ കേട്ടോ. കാരണം വേറൊന്നും വിളിക്കാതിരിക്കാനാ പേര്. പാടാൻ അറിയാത്ത ഞങ്ങളുടെ ഒരു എളിയ പരിശ്രമമായിരുന്നു. ഗംഭീരാണ്, നോണയായിട്ട് ഗംഭീരാണ്. എന്തൊക്കെ പോയി എന്റെ മനസ്സിൽ ഞാൻ പ്ലാൻ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ പോയി. ചേട്ടാ, ചേട്ടന്റെ സിനിമയിൽ ചേട്ടന്റെ നായികയായിട്ട് അഭിനയിക്കാനുള്ള ക്വാളിറ്റി എന്തൊക്കെയാണ്? നിന്റെ പോലെ വിവരം ഇല്ലായിരിക്കണം. ഈ കരിപ്പെട്ടി ചാരായം മാറ്റാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. കഞ്ചാവിലുണ്ടാക്കാം. പക്ഷെ ഈ ഇത് കാണാനായിട്ട് ഞാൻ ഹൈ റേഞ്ചിൽ നിന്ന് വരും നമ്മുടെ പ്രോഗ്രാമുകൾ കാണാൻ. ഇരിക്കാൻ മുട്ടിന് തേയ്മാനമുള്ളവനാണ്. അനു പറഞ്ഞ കേട്ടോ. അയ്യോ പറയ്. ഉണത്തുമ്പി കക്കയിട്ടതാന്ന് തങ്കച്ചന്. കുഞ്ഞുനാള് മുതൽ ദിലീപേട്ടന്റെ ഒരുപാട് സിനിമകൾ ആഘോഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. ഒരു 5 പടത്തിന്റെ പേര് പറ. CID മൂസ, സല്ലബം, മണിച്ചിത്രത്താഴ്. തങ്കച്ചന്റെ യൂറോപ്യൻ എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് പ്ലാസ്റ്റിക്കിന്റെ കസാര തുളച്ചിട്ടുള്ള യൂറോപ്യനാണ്. ചേട്ടന്റെ സിനിമയില് ചേട്ടന്റെ നായികയായിട്ട് അഭിനയിക്കാനുള്ള ക്വാളിറ്റി എന്താണ്? ഹൈറ്റ് ഒരു പ്രശ്നമാണോ ചേട്ടാ? ഹൈറ്റ് ആരും മൈൻഡ് ചെയ്യണം. എനിക്ക് അത്ര അറിഞ്ഞാൽ ചേട്ടാ. അത് ഇനി നീ ചൂളേ. പിന്നെ മഞ്ഞ ഉണ്ണി ഭിത്തിയിൽ തേച്ച് വെക്കരുതെന്ന് അടുത്ത എന്തെങ്കിലും പറഞ്ഞ് കേട്ടണാവേ. വന്നപ്പോഴേ ഞാൻ ഡാഡി പിക്ചർ ഉണ്ടാക്കി. ഡാഡി പിച്ചയോ അച്ഛനെ പിച്ചയോ? അങ്ങനല്ല, ഡാഡി പിക്ചർ. ഡാഡി പിച്ച എടുക്കും. അതായത് അവൾ അച്ഛനെ പിച്ചയ്ക്ക് പറഞ്ഞു വിടും. കൊച്ചു പിള്ളേരെന്തെങ്കിലും കാണിക്കുമ്പോ സുഖമില്ലാത്ത കൊച്ചാത് എന്താന്നറിയില്ല, ഓരോ വർഷം കഴിയും തോറും ഞങ്ങളുടെ തൊലിക്കെട്ടി ഇങ്ങനെ വളരെയധികം കൂടി വരുന്നത് കൊണ്ട് ഞങ്ങളിതാ ഇവിടെ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ വേറെ പണിക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, അത് തന്നെയാണ് വേറെ. നന്നായിട്ട് ആക്ട് ചെയ്യാൻ എങ്ങനെ പഠിക്കാന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നിട്ട്, ഇല്ലേ? അതെ. അല്ല, ആ നാണമൊക്കെ മാറി ഇവർക്ക് നല്ല നല്ല ഡെവലപ്മെന്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞ സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഒരു വലിയ താങ്ക് യു ഫ്രം അവർ ഹാർട്ട്. ഒരു ഗസ്റ്റ് ആയിട്ട് വരുമ്പോ ഇത്തരത്തിലുള്ള ഒരു ഈവന്റിന് വേണമെങ്കിൽ അവിടെ തന്നെ. അതെന്താ പറ്റിയെന്ന് വെച്ചാല് നിങ്ങളോട് ചേർന്ന് ഞാനും ജീത്തയായി പോയത്.